എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിങ് ഹൈ ഓപ്പണിങ് വന്നു. അതിനുശേഷം ഹൈയിൽ തന്നെ പോയായിരുന്നു. ചെറിയൊരു ഹൈ ഓപ്പണിങ് വന്ന് ഇച്ചിരി മുകളിലോട്ട് പോയി കുറച്ചിറങ്ങി. എന്നാലും ഇവിടെ നോക്കിയാൽ അറിയാം, ഇത് CPR ലെവലുകളാണ്. സെൻട്രൽ CPR അതിൽ സപ്പോർട്ട് എടുത്ത് കയറി പോകുമായിരുന്നു. വൺ സൈഡ് കയറ്റമായിരുന്നു മാർക്കറ്റിൽ. ലാസ്റ്റ് ടൈമിൽ നിഫ്റ്റി പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് അത് ഇറങ്ങി കുറച്ചിറങ്ങി താഴെ വന്നു. നാളെ മാർക്കറ്റ് അവധിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് വെച്ചായിരിക്കാം മാർക്കറ്റ് ഹൈയിൽ തന്നെ ക്ലോസ് ആയത്. ഫ്രൈഡേയിൽ വന്നിട്ട് മാർക്കറ്റ് അപ്പിൽ ഓപ്പൺ ആവുകയാണെങ്കിൽ, അതായത് ഇന്നത്തെ ഹൈയുടെ മുകളിൽ ഓപ്പൺ ആവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അവിടെ നിന്നൊരു സെല്ലിങ് വരാം. നിഫ്റ്റിയിലാണെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും അതുപോലെ മിഡ് ക്യാപ് നിഫ്റ്റിയിലാണെങ്കിലും അങ്ങനെ ഒരു ചാൻസ് എനിക്ക് തോന്നുന്നുണ്ട്. മിഡ് ക്യാപ് നിഫ്റ്റി എനിക്ക് തോന്നുന്നു 11,000 മുകളിൽ ഒരു പ്രാവശ്യം പോയതിന് ശേഷം ഇറങ്ങാനാണ് ചാൻസ്. മിഡ് ക്യാപ് നിഫ്റ്റി അതും കണ്ടിന്യൂസ് അപ് ട്രെൻഡാണ്. ഇതൊരു ഹൈ അടിച്ചു, ലാസ്റ്റിൽ കുറച്ചിറങ്ങി വന്നിട്ടുണ്ട്. ഹൈ വന്നിട്ട് 1991.20. അപ്പോൾ ഫ്രൈഡേയിൽ റിക്കവർ ചെയ്ത് ഒരു പ്രാവശ്യം 11,000 ക്രോസ് ചെയ്തതിന് ശേഷം ഇറങ്ങാനാണ് ചാൻസ് കൂടുതൽ. എൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങളുടെ വ്യൂ എടുത്തിട്ട് അതിൻ്റെ അനുസരിച്ച് നിങ്ങൾ ട്രേഡ് എടുക്കുക. എന്തായാലും മിഡ് ക്യാപ്പിലൊരു സെല്ലിങ് വരാൻ ചാൻസ് കൂടുതലാണ്. ഞാൻ 2 ദിവസമായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. നോക്കാം അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിലൊക്കെ മിഡ് ക്യാപ്പിലും ബാങ്ക് നിഫ്റ്റി, അതായത് നിഫ്റ്റി ഒരു 22,900 23 റേഞ്ച് വന്ന ഒരു സെല്ലിങ് വരാൻ ചാൻസ് കൂടുതലാണ്. അതായത് ഒരു 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ആ റേഞ്ച് വന്നാലാണ് ഒരു സെല്ലിങ് ചാൻസ് കാണുന്നത്. അതിനുശേഷം നമുക്ക് ഫ്രൈഡേയിലേക്ക് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഷെയറുകൾ നോക്കാം. ഇത്രയും ഷെയറുകൾ എടുത്തിട്ടുണ്ട്. 20 ഷെയർ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നല്ല ചാൻസ് എന്തായാലും ഒരു 8 ഷെയറിൽ കിട്ടും. അപ്പോൾ ആ ചാൻസ് കിട്ടുമ്പോൾ നമ്മൾ അത് നല്ല രീതിയിൽ യൂസ് ചെയ്യുക. ഞാൻ നോർമൽ പറയുന്നത് പോലെ നമ്മൾ ഷോർട്ട് സെല്ലാണ് ചെയ്യുന്നത്. ഓരോ ലെവലുകളുണ്ട്. പ്രീവിയസ് ഡേ ഹൈ R1 R2 R3. അപ്പോൾ ഈ ലെവലുകളിൽ വന്നിട്ട് ഏത് ലെവലിൽ നിന്നാണോ ഷെയർ ഫസ്റ്റ് റിവേഴ്സ് ആവുന്നത് അവിടെ നമ്മൾ എൻട്രി എടുത്തിട്ട് ലെവലിന് താഴെ വരുമ്പോഴാണ് എൻട്രി. ഇപ്പം എക്സാമ്പിള് ഈ രാംകോസിസ് 340-90 പ്രീവിയസ് ഡേ ഹൈ ആകുമല്ലോ അടുത്ത ദിവസം. ഇതിന് മുകളിൽ വന്നിട്ട് ഇതിന് താഴോട്ട് ഇറങ്ങും. ഈ R1 വരാതെ ഈ 342-43 വന്നിട്ട് താഴോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ഈ 340-90 താഴെ വരുവാണെങ്കിൽ എൻട്രി എടുക്കും. ആ സമയത്ത് വന്നിരിക്കുന്ന ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടും. താഴെ വരുവാണെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. അതല്ല തിരിച്ച് വീണ്ടും കയറി ഹൈ അടിക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത ലെവലിന് വേണ്ടി വെയിറ്റ് ചെയ്യും. നമ്മൾ അന്നേരം നോക്കേണ്ടത് പിന്നെ ഈ R1 വന്നിട്ടാണോ ഇറങ്ങുന്നത്, R2 വന്നിട്ടാണോ ഇറങ്ങുന്നത്, വൺ സൈഡ് മൂവ്മെൻറ്റ് മുകളിലോട്ട് പോയിട്ട് ഏത് ലെവലിൽ വന്നിട്ടാണോ ഫസ്റ്റ് ഇറങ്ങുന്നത് ആ ലെവലിൻ്റെ അവിടെ എൻട്രി എടുക്കും. ഇപ്പം R1 വന്നു ഇറങ്ങിയില്ല, R2 വന്നു ഇറങ്ങിയില്ല, R3 വന്നു ഇറങ്ങിയില്ല, നമ്മൾ വെയിറ്റ് ചെയ്യും. ഇപ്പോൾ R3യുടെ മുകളിൽ വന്നിട്ട് തിരിച്ച് ഇപ്പം 395 വന്നിട്ട് താഴോട്ട് 388 താഴോട്ട് പോകുമ്പോൾ നമ്മൾ എൻട്രി എടുക്കും. അതിനുശേഷം താഴെ വന്ന് നമ്മൾ ഒരു റീസണബിൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. പക്ഷേങ്കിൽ അതിനുശേഷം വീണ്ടും അത് പോയതെങ്കിൽ ഇറങ്ങിപ്പോയി R2 ലെവലിനും താഴോട്ട് വന്നെങ്കിൽ നമ്മൾ ഈ R2 ലെവലിന് താഴോട്ട് പോകുമ്പോൾ എടുക്കരുത്. ഈ R3 എന്ന് R2 ലെവലിൽ പോകുമ്പം എടുക്കരുത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ R2നും R3 ഇത് രണ്ടിൻ്റെ ഇടയിലാണ് അതിൻ്റെ ആവറേജ് ട്രേഡ് പ്രൈസ് എങ്കിൽ ആ ലെവലിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. വരുവാണെങ്കിൽ അവിടെ നല്ലൊരു എൻട്രി എടുത്ത് നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് എനിക്ക് നല്ല രീതിയിൽ ചാൻസ് തോന്നുന്ന ഷെയറുകൾ ഞാൻ പറഞ്ഞുതരാം. ഈ തൻല സൊല്യൂഷൻ, ഇതിൻ്റെ ആവറേജ് ഉണ്ടല്ലേ, ഇന്നത്തെ ആവറേജ് 998.52. ഇതിന് മുകളിൽ പോയിട്ട് ചിലപ്പോൾ 1,500 1,010 ഒക്കെ പോയതിന് ശേഷം ഈ 998 താഴെ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് നല്ലൊരു സെല്ലിങ് എൻട്രി നമുക്ക് ചെയ്യാം. അതുപോലെ ക്വാളിറ്റി പട്ടിയിൽ എന്ന് പറഞ്ഞ ഷെയർ, ഈ ഷെയർ ആവറേജ് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. അതല്ല എങ്കിൽ ഇത് കണ്ടില്ലേ, ഇന്നത്തെ ഹൈയും R1 തമ്മിൽ ഏകദേശം അടുത്തടുത്താണ്. ഈ 2 ലെവലിൻ്റെ മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അവിടെ ഒരു ചാൻസ് കിട്ടും.
അതുപോലെ ഈ ഹിന്ദോയിൽ എക്സ്പ്ലോറേഷൻ ശ്രദ്ധിക്കുക. 200 മുകളിൽ പോയിട്ട് താഴെ 200 താഴോട്ട് ഈ ലെവലിന് R1 താഴോട്ട് ഇറങ്ങുന്നുണ്ട്, നമുക്ക് ചാൻസ് എടുക്കാം. ഇപ്പോൾ 202, 203 പോയതിന് ശേഷം 200 താഴോട്ട് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് എൻട്രി എടുക്കാം. അതിനുശേഷം വീണ്ടും അത് 196, 40 താഴോട്ട് ഇറങ്ങുന്ന കണ്ടാൽ ഈ 196നും 200 ഇടയിൽ ആവറേജ് ഉണ്ടെങ്കിൽ ആ ആവറേജ് വരുന്ന സമയത്ത് എൻട്രി എടുക്കുക. നമുക്ക് പ്രോഫിറ്റ്, നല്ല പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി, കൂടുതൽ പ്രോഫിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ ഈ മൈത്താൻ അലോയ് എന്ന് പറയുന്ന ഈ ഷെയർ, ഇത് എനിക്ക് തോന്നുന്നത് ഈ 1203 മുകളിൽ വന്ന് ഇറങ്ങുവാണെങ്കിൽ നല്ലതാണ്. ഓപ്പണിങ്ങിൽ കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. അതല്ല ഇപ്പോൾ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ചിലപ്പോൾ ഈ റേഞ്ച് വരാം, ഈ R1 റേഞ്ചിലും വരാം. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ മുകളിലോട്ട് കയറിപ്പോകാനൊരു ചാൻസ് ഉണ്ട്. അതല്ല ഓപ്പണിങ്ങിലൊരു 2-3% മുകളിലാണ് ഓപ്പണിംഗ് എങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ ഇറങ്ങി വരാൻ ചാൻസ് കൂടുതലാണ്. അതിനുശേഷം ഈ ഹെഗ്, ഈ ഡാറ്റ പാറ്റേൺ തോന്നി ഈ 2 ഷെയർ, ഹെഗിനകത്ത് ഈ ഇത് 450, 459, 2459 അതിൻ്റെ R1. 2470, 80 പോയിട്ട് ഈ റേഞ്ച് കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. അതല്ലെങ്കിൽ 2500 മുകളിൽ പോയിട്ട് ഇതിൻ്റെ R2 2561. പക്ഷേ ഈ ലെവൽ വരാതെ ഇപ്പോൾ 2510 വന്നിട്ട്, അല്ല ഇപ്പോൾ 2505 6 ഹൈ അടിച്ചതിന് ശേഷം 2500 താഴോട്ട് വരുവാണെങ്കിൽ ഒരു എൻട്രി എടുക്കുക. അവിടെ എടുത്തിട്ട് അന്നേരം വന്ന ഹൈ 2506, 10 എന്താണെന്ന് വെച്ചാൽ അവിടെ അതിൻ്റെ മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടുക. പിന്നെ ഈ ഡാറ്റ പാറ്റേൺസും പിന്നീട് എനിക്ക് തോന്നുന്നത് ഈ R1 റേഞ്ചിലോട്ട് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ നോക്കി ചെറിയ ട്രേഡ് എടുക്കുക, വലിയ ഷെയർ ആയതുകൊണ്ട്. അതിനുശേഷം ഈ രാംകോസിസൊക്കെ ഓപ്പണിങ്ങിൽ ഈ R2 മുകളിൽ പോയി അതിനകത്ത് സെല്ലിങ് വരുന്നുണ്ട്, നല്ല ചാൻസ് ആയിരിക്കും താഴോട്ട് ഇറങ്ങാൻ. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ വെയിറ്റ് ചെയ്യണം നമ്മൾ. അതിനുശേഷം ഈ MK ചിലപ്പോൾ അടുത്ത ദിവസം ചിലപ്പോൾ ഹെവി മൂവ്മെൻറ്റ് വരാൻ ചാൻസ് കൂടുതലാണ്. 200 റേഞ്ചിൽ പോകാനൊരു ചാൻസ് കൂടുതലാണ്. അങ്ങനെ വരുവാണെങ്കിൽ 200 പോയിട്ട് 298 താഴെ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് നല്ല ചാൻസ് ആയിരിക്കും. അതല്ല എങ്കിൽ നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ തന്നെ ലെവലുകൾ കട്ട് ചെയ്യുമ്പോൾ ചാൻസ് എടുക്കുക. പിന്നീട് GMDC ശ്രദ്ധിക്കുക. GMDCയുടെ ആവറേജ് 415, 41. ഈ ആവറേജോ അതല്ല എങ്കിൽ പിന്നെ ആവറേജ് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ ഒരു പ്രാവശ്യം ചാൻസ് എടുക്കാം. അധികം വെയിറ്റ് ചെയ്യരുത്. നമ്മളൊരു 3-4 രൂപ പ്രോഫിറ്റ് കിട്ടുമ്പോൾ ബുക്ക് ചെയ്ത് മാറുക. അതിന് ശേഷം ഈ 424, 422, 73 R1 പ്രീവിയസ് ഡേ ഹൈയും കട്ട് ചെയ്ത് മുകളിൽ പോയതിന് ശേഷം ഈ 2 ലെവലും കട്ട് ചെയ്ത് താഴെ ഇറങ്ങിയാൽ നമുക്ക് നല്ല പ്രോഫിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യത്തക്ക രീതിയിൽ സെല്ല് ചെയ്ത് വെയിറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഈ ട്രൈജീൻ ശ്രദ്ധിക്കാൻ. ട്രൈജീൻ്റെ ഹൈയും R1 തമ്മിൽ വലിയ വ്യത്യാസമില്ല. R2 റേഞ്ച് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ മുകളിലത്തെ ഈ 131, 40, 132 വന്നിട്ടൊക്കെ 131, 40 താഴോട്ട് പോകുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുക. അതിനുശേഷം പെട്ടെന്ന് ഇത് 129 താഴെ പോയെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. എൻട്രി ഇരിക്കുന്നവർക്ക് വെയിറ്റ് ചെയ്യാം. അതല്ല എങ്കിൽ എൻട്രി ഇല്ലാത്തവർ പുതിയ ഫ്രഷ് എൻട്രി എടുക്കുക. ഇവിടെ ഈ ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിന് താഴെ പോയാലും അന്നേരം എൻട്രി എടുക്കുന്നതിന് കുഴപ്പമില്ല. ആർതി ഇൻഡസ്ട്രീസ് അതുപോലെ ശ്രദ്ധിക്കുക. ഈ R1 വരാൻ ചാൻസ് കൂടുതൽ. 760 റേഞ്ചൊക്കെ പോയിട്ട് ഈ 754 കട്ട് ചെയ്യുകയാണെങ്കിൽ സെല്ല് ചെയ്യുക. അതിനുശേഷം ഈ ലെവലും കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ 2 ലെവലിൻ്റെ ഇടയിൽ ആവറേജ് വരുന്നുണ്ടെങ്കിൽ അവിടെ സെല്ല് ചെയ്തിട്ട് നമുക്ക് നല്ല ചാൻസ് എടുക്കാൻ പറ്റും. ബാക്കിയുള്ള ഷെയറിനകത്തെല്ലാം നമ്മളിപ്പോൾ നോർമൽ പറയുന്ന പോലെ ഒന്നുകിൽ പ്രീവിയസ് ഡേ ഹൈ, ഞാനീ പറഞ്ഞ ഷെയറുകളെല്ലാം ജസ്റ്റ് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞാൽ കൂടുതൽ ചാൻസ് അതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതന്നേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകം ആ ഷെയർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. നോർമൽ നമ്മൾ ചെയ്യുന്ന രീതിയിൽ തന്നെ പ്രീവിയസ് ഏത് ലെവലാണോ വന്നിട്ട് ആ ലെവലിന് താഴോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുക. അതിനുശേഷം അന്നേരം വന്ന ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെയിറ്റ് ചെയ്യുക. നോർമൽ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ്, റീസണബിൾ പ്രോഫിറ്റ് കിട്ടാറുണ്ട്. ചില സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നത്. സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോൾ
നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചുമ്മാതെ പിന്നെ അവിടെ പോയിട്ട് മേളിലും താഴോട്ട് എടുക്കരുത്. ലെവലുകൾ ഇറങ്ങുമ്പോൾ മാത്രം എടുക്കുക. നമുക്ക് കഴിഞ്ഞ ദിവസം ഇന്നത്തെ ദിവസത്തെ ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ എടുത്തിരുന്ന ഷെയറിനകത്ത് നമുക്ക് ഒരു 7-8 ഷെയർ നല്ല ചാൻസുകൾ തന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഷെയറിനകത്തും ചെറിയ ചെറിയ ചാൻസുകളുണ്ട്. പക്ഷേങ്കിൽ അത് വീണ്ടും ഒരു ചെറിയ പ്രോഫിറ്റുകൾ തന്നിട്ട് തിരിച്ച് കയറിപ്പോയിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ ചാൻസ് വന്ന ഷെയറുകൾ നോക്കാം. ഈ മൈൻടെക് എന്ന് പറയുന്ന ഷെയർ 17 ഷെയറിൽ ഒരു 8 ഷെയറോളം കിട്ടിയെന്ന് തോന്നുന്നു. നോക്കട്ടെ. മൈൻടെക് ഇതുണ്ടല്ലേ, ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഇവിടം വരെ വന്നത്. CPR ഹൈഡ് ചെയ്യുമ്പം കാണാൻ പറ്റും. കണ്ടില്ലേ, ഇവിടെ വരെ വന്നു. ഇവിടെ വരെ വന്നിട്ട് നമ്മൾ പ്രീവിയസ് ഡേ ഹൈയുടെ താഴോട്ടിറങ്ങി നമ്മൾ എൻട്രി എടുക്കുക. 288 താഴെ വരുമ്പോൾ എൻട്രി എടുത്താൽ 266, 22 രൂപ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അത് കയറിയിട്ടേ ഇല്ല, അതുപോലെ തന്നെ നിൽക്കുകയാണ്. അതിനുശേഷം HMA ആഗ്രോ നോക്കിക്കേ. ഈ 70, 85, അതായത് R1 പ്രീവിയസ് ഡേ ഹൈ അടുത്തടുത്താണ്. 1 രൂപയുടെ വ്യത്യാസം പോലും ഇല്ല. അപ്പോൾ ഈ 2 ലെവൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇറങ്ങിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. പക്ഷേങ്കിൽ നമുക്ക് ഇവിടുന്ന് എൻട്രി എടുക്കാൻ പറ്റും. ഈ R2 അടിക്കാതെ R1 താഴെ വരുമ്പം എൻട്രി എടുക്കുക. ഞാൻ ഈ ലെവലിൽ നിന്നൊക്കെ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു എൻട്രി എടുത്തിട്ട് ചെറിയ ഷെയറാണ്ട് നമുക്ക് 1000 ഷെയറൊക്കെ ഈസിയായിട്ട് എടുക്കാൻ പറ്റും. 70, 80, 70 റേഞ്ചിലൊരു എടുത്തായിരുന്നെങ്കിൽ ഒരു 2 മണിക്കൂറിൽ തന്നെ 68, 15, അതായത് 3-3.5 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. നല്ല പ്രോഫിറ്റ് അതിനകത്ത് കിട്ടുന്നുണ്ട്. അതിനുശേഷം പൂർവങ്കര എന്ന് പറയുന്ന ഷെയർ നോക്കുക. ഇച്ചിരി ഡൗൺ ഓപ്പണിംഗ് വന്നു, നേരെ പിന്നെ തിരിച്ച് കയറിപ്പോയി പ്രീവിയസ് ഡേ ഹൈ അടിച്ചു. പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, മുകളിലോട്ട് പോകാതെ R1 പോകാതെ ഇറങ്ങി. നമ്മളിവിടെ എൻട്രി എടുക്കും. 294 എൻട്രി എടുത്താൽ 277, 17 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് ഒരു 1-2 മണിക്കൂറിനുള്ളിൽ കിട്ടുന്നുണ്ട്. നല്ല പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതിനുശേഷം ലാസ്റ്റിൽ അത് കയറിപ്പോകുന്നുണ്ട്. ലാസ്റ്റിൽ കയറിപ്പോയി പ്രീവിയസ് ഡേ ഹൈ അടിക്കുന്നു. പക്ഷേ നമ്മളിവിടെ എൻട്രി എടുക്കത്തില്ല. 3 മണി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രഷ് എൻട്രി എടുക്കത്തില്ല. അതിനുശേഷം GMDC എന്ന് പറയുന്ന ഷെയർ ഏറ്റവും നല്ല പ്രോഫിറ്റ് കിട്ടിയ ഷെയറായിരുന്നു എനിക്ക് ഇന്ന്. ഈ ഷെയർ ഓപ്പണിങ് കണ്ടില്ലേ, ഹൈ ഓപ്പണിങ് ഒന്ന് നേരെ അങ്ങ് കയറിപ്പോവാം. മുകളിലോട്ട് കയറിപ്പോയി ഇവിടെ ഒരു എൻട്രി കിട്ടുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചറിയാം. ഇവിടെ ഹൈ അടിച്ച് തിരിച്ചിറങ്ങുന്ന സമയത്ത് നമ്മളിവിടെ ഒരു എൻട്രി എടുത്താൽ 411 റേഞ്ചിലെടുത്താൽ നമുക്ക് 406 റേഞ്ചിലോട്ട് വരുന്നുണ്ട്. 4-5 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് വരുന്നുണ്ട്. പിന്നെ അതിന് ശേഷം വീണ്ടും കയറി പോയി മുകളിൽ പോയി അത് എന്ത് ചെയ്തു, ഈ 423 റേഞ്ചിലോട്ട് അടിച്ചു. അതിനുശേഷം തിരിച്ചിറങ്ങുകയാണ് ചെയ്തത്. ഇവിടുന്ന് അത് കണ്ടിന്യൂസ് ഇറക്കം വന്ന് നോക്കി. ഇവിടെ ആകുമ്പോൾ 414, 23 നിന്ന് 9 രൂപ ആയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ലാസ്റ്റിൽ 409, 408 റേഞ്ച് വരെ വന്നു. അതായത് 423 നിന്ന് 15 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ്. 1 സൈഡ് മൂവ്മെൻറ്റ് താഴോട്ടായിരുന്നു, പിന്നെ കയറിയിട്ടേ ഇല്ല. അതിനുശേഷം നമുക്ക് ചാൻസ് വന്ന ഷെയർ ഹിന്ദുസ്ഥാൻ സിങ്ക് എന്ന് പറയുന്ന ഷെയർ. ഹിന്ദുസ്ഥാൻ സിങ്ക് ഫ്ലാറ്റ് ഓപ്പണിംഗ് ഒന്ന് നേരെ കയറിപ്പോയി പ്രീവിയസ് ഡേ ഹൈ അടിച്ചു. പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ കുറേ നേരം നിന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എൻട്രി കട്ട് ചെയ്ത് താഴോട്ട് വരുമ്പോൾ എൻട്രി എടുക്കും. ഇവിടെ എൻട്രി എടുത്താൽ 407 റേഞ്ചിൽ എൻട്രി എടുത്താൽ നമുക്ക് 399, ഏകദേശം 8 രൂപ, 397, അതായത് 9 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് തരുന്നുണ്ട്. അതിനുശേഷം ഹൈ അടിച്ചിട്ടില്ല. പിന്നെ ശോഭ എന്ന് പറയുന്ന ഷെയർ, അത് നമ്മൾ ആവറേജ് വരുവാണെങ്കിൽ എൻട്രി എടുക്കാനായിരുന്നു പറഞ്ഞിരുന്നത്. മോർണിംഗിൽ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടല്ലേ മാർക്ക് ചെയ്തിട്ട് 1634 മുകളിൽ പോയിട്ട് 1634 താഴോട്ട് വരുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം.
അതിൽ നമുക്ക് ആ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതുണ്ടല്ലേ, ഓപ്പണിങ്ങിലത് ഇവിടം വരെ ഹൈ വന്നു, 1644 വരെ വന്നു. 44 വരെ വന്നതിന് ശേഷം അത് 1634 റേഞ്ചിൽ നിന്ന് താഴെ ഇപ്പം 33 രൂപയ്ക്ക് അടിച്ചെന്ന് വെച്ചാൽ 33 എന്നത് നമുക്ക് 1610 5 മിനിറ്റിൽ തന്നെ നമുക്ക് തരുന്നുണ്ട്. അതായത് 24 രൂപ പ്രോഫിറ്റ് 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് തരുന്നുണ്ട്. അതിനുശേഷം വീണ്ടും 1634 മുകളിൽ പോയി വീണ്ടും തിരിച്ചിറങ്ങി 1615 വരെ വരുന്നുണ്ട്. 2 പ്രാവശ്യം നല്ല രീതിയിൽ എൻട്രി എടുക്കാൻ പറ്റുമായിരുന്നു ആ ഷെയറിനകത്ത്. പിന്നെയും വേറെ ഷെയറിനകത്ത് നമുക്ക് ചാൻസുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് നല്ല ചാൻസ് തന്നു. ഇപ്പം ഒരു ഷെയർ അത് ഓർക്കുന്നില്ല, ഒരു മിനിറ്റ് നോക്കട്ടെ. ഈ ആമി ഓർഗാനിക് ഈ 1270 പോയതിന് ശേഷം R2 പോയതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് ഇറങ്ങിപ്പോയി. അതിന് ശേഷമാണ് പിന്നെ തിരിച്ച് വീണ്ടും ഹൈ അടിച്ചു. ഞാനത് കാണിച്ചു തരാം. ആമി ഓർഗാനിക് ഇതുണ്ടല്ലേ, 1286 വരെ പോയിട്ട് 1270. നമ്മൾ 1270 കട്ട് ചെയ്ത് താഴോട്ട് വരുമ്പോൾ എൻട്രി എടുക്കും. ഇവിടെ എൻട്രി എടുത്താൽ നമുക്ക് 1250 20 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ തിരിച്ച് കയറി ഈ R2 അത് സപ്പോർട്ട് എടുത്തെടുത്ത് നിന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ട്രേഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും. ഇനി നാളത്തെ നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ഷെയറുകളും. ഇതിനകത്ത് ഞാൻ പറഞ്ഞ ഷെയറുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ബാക്കിയുള്ള ഷെയറും എല്ലാ ഷെയറിനകത്തും സെയിം ചാൻസുകൾ തന്നെ വരുന്നത്. പക്ഷേ കൂടുതൽ ഇതിനകത്തൊക്കെ ഞാൻ പറഞ്ഞ ഷെയറിനകത്തായിരിക്കും വരാൻ ചാൻസ് കൂടുതലുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഏതിനകത്ത് നമുക്ക് ചാൻസ് കിട്ടുന്നു ആ സമയത്ത് എൻട്രി എടുക്കുക. അത് അന്നേരം വന്ന് ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് മാറുക. നോർമൽ നമുക്കൊരു 90% മുകളിലും പ്രോഫിറ്റേ വരത്തുള്ളൂ. ലോസ് വരുന്ന ഷെയറിനകത്ത് സ്റ്റോപ്പ് ലോസ് പക്ക ഇട്ട് വെച്ച് നമ്മൾ ട്രേഡ് എടുക്കാവും. സ്റ്റോപ്പ് ലോസ് ഇടാതെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ചില ഷെയറിനകത്ത് ഹെവി മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും, നല്ല ലോസാണ്. അതിലും നല്ലത് ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമുക്ക് ചിലപ്പോൾ ആ ഷെയർ ലോസ് ആയിരിക്കും. പിന്നെ ആ ഷെയറിൽ തന്നെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും ചാൻസ് കിട്ടുമ്പോൾ. അതല്ലെങ്കിൽ വേറെ ഷെയറിനകത്ത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഓൾറെഡി നമ്മൾ 10, 15, 20 ഷെയർ ഇടുന്ന അതിൽ ഏതെങ്കിലും ഷെയറൊക്കെ കിട്ടും നമുക്ക്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ. ഫ്രൈഡേ എന്ന് ആശംസിക്കുന്നു. ബൈ.